ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്ന് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എൻ്റെ കൂടെ ഇരിക്കുന്ന ആളാരാന്നറിയോ? എൻ്റെ ചേച്ചി. കാരണം പുള്ളിക്കാരി ഇവിടെ ഇല്ലായിരുന്നു, പുള്ളിക്കാരി പുറത്തായിരുന്നു, മാലിദ്വീപിലായിരുന്നു കേട്ടോ. അപ്പം ഈ മാസം ലാസ്റ്റ് വരും, കഴിഞ്ഞ മാസം ലാസ്റ്റ് വരും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വന്ന ഒരു വിവരം എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് എങ്ങനെ കയറി വരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, എനിക്ക് നോമ്പാന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു ജ്യൂസ് കുടിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം മരുന്ന് കുടിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതിരുന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു കൂട്ടിക്കൊണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും, അമ്മുവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മുവിനെയും കൂടെ കൂട്ടി ഞങ്ങൾ പോയി ജ്യൂസ് കുടിച്ചു. ഞാനും ചേച്ചി ഒരു ചിക്കു കുടിച്ചു, അമ്മു ഒരു കരിക്കും ജ്യൂസ്, ടെൻഡർ കോക്കനട്ട് അത് കഴിച്ച് ചേച്ചി പോയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഞാനും അമ്മുവും കൂടെ ഞങ്ങളിപ്പോൾ ഇവിടെ മാടച്ചാൽ അമ്പലത്തിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞവരൊന്നും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഞാൻ കടവിൽ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് ചേച്ചീനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പുറകിൽ വീഡിയോ പിടിച്ച് വരുന്നതുകൊണ്ട് അവർ എൻ്റെ മുന്നേ പോയതാണ്. അവർ നേരെ പോകുന്നത് കമ്മൽ വളമാല ആ സെക്ഷനിലേക്കാണ് അവർ പോകുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ആൾ പറ്റ കുറവാണ്, കാരണം അന്നേരം ന്യൂ ഇയർ അല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ആരും ഉണ്ടാവില്ലായിരിക്കുന്നു. പക്ഷേ പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നിടത്താട്ടോ. ആ ലൈറ്റുകൾ കാണുന്ന അതാണ് കേട്ടോ അമ്പലം, അവിടെയാണ് അമ്പലം, മുത്തപ്പൻ്റെ അമ്പലമാണ്. പിന്നെ ഇവിടെ 8 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. 8 ദിവസമല്ല, 7 ദിവസത്തെ പരിപാടിയാണ്. ഇന്നിപ്പോൾ 5-ാം ദിവസമാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉത്സവത്തിന് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഇന്നാണ് വരുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് വന്ന് ചോറ് തിന്നു പോയിട്ടുണ്ട്. പരിപാടി കാണാൻ ഇന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ ഇവിടെ ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അമ്മു കമ്മൽ സെക്ഷൻ കണ്ടപ്പോഴേക്കും അമ്മുവും ചേച്ചിയും കൂടെ അതിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മുവിന് പിന്നെ എത്ര കമ്മൽ കിട്ടിയാലും പിന്നെയും ഇത് കാണുമ്പോൾ അവൾ പോകും. ഇന്നലെയും കൂടെ മോൻ്റെ കൂട്ടുകാരൻ മലയ്ക്ക് പോയി വന്നപ്പോൾ 2-3 ജോഡി കൊണ്ടുവരുത്തിയാണ്. പക്ഷെ അവൾക്ക് കമ്മൽ കാണുമ്പോഴേക്കും അതിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഒരു രണ്ടുപേരും ഭയങ്കര കമ്മൽ തപ്പലാണ്. ഞാനപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ പിടിച്ചിട്ട് വരിക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ. ഞാൻ അവിടെ നിന്ന് എടുത്തപ്പോൾ ഭയങ്കര അമ്പലത്തിൽ പാട്ട് വെച്ചതുകൊണ്ട് ആ ഒച്ച ഞാൻ കളഞ്ഞതാണ്. കാരണം നമുക്കിത് കോപ്പിറൈറ്റ് വരും. അല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ സൗണ്ട് കളഞ്ഞതാട്ടോ. അപ്പോൾ അമ്മൂന് ഇങ്ങനെ ഓരോ കമ്മൽ അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അധികം ഞാൻ ഉത്സവപ്പറമ്പിൽ പോയ എനിക്ക് കാണാൻ അമ്മൂതാ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങുന്നത്. അതെന്താ അതിനകത്ത് അമ്മു? അതെന്താ സാധനം? എന്താ? മാർഷ്മെല്ലോ. എന്തുകൊണ്ടാണ് എന്തോ ആകുന്നുണ്ട്. എനിക്കിപ്പോൾ നോമ്പായ കൊണ്ട് എനിക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാനും പോയി. നിങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ചോദിക്കോ, കഴിച്ചു വയ്ക്കൊക്കെ. ചോക്ലേറ്റ് അല്ലേ, ചൂട് ചോക്ലേറ്റ്. കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? നിനക്ക് ഇഷ്ടമായില്ല? ചേച്ചി ഒന്ന് ടേസ്റ്റ് നോക്കി. അപ്പോൾ അവൾ അത് കഴിച്ചു. അത് മാത്രം കഴിച്ചിരുന്നു, ചോക്ലേറ്റ് കഴിച്ചില്ല കേട്ടോ. അതിലെന്താ മാഷ്മെല്ലോ മാത്രം കഴിച്ചു. പിന്നെ അവൾക്ക് വേണ്ട. പിന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു. അപ്പോൾ ഇരുന്നപ്പോഴേക്ക് സീറ്റ് മൊത്തം ആൾക്കാരായി. പിന്നെ ഓരോരുത്തർ പ്രോഗ്രാം തുടങ്ങി കേട്ടോ. ഇത് ഫസ്റ്റ് പ്രോഗ്രാം ഇതായിരുന്നു. ഇവരെ രണ്ടുപേരെ ഡാൻസ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അത് കഴിഞ്ഞൊരു മോളെ ഡാൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇതിൽ സൗണ്ട് വെച്ചില്ല. അവിടുത്തെ സൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വരുന്നത് കൊണ്ട് എന്താ പറയുക, കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് അമ്മമാരെ തിരുവാതിര, വലിയ ആൾക്കാരെ തിരുവാതിര ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ഗീതാ മിസ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ഡാൻസാട്ടോ. മിസ്സിൻ്റെ കൊച്ചുമോനാണ് നടുക്ക് നിൽക്കുന്ന മുരുകനായിട്ട്. ഞങ്ങളങ്ങ് പുറകിലായതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ സൂം ചെയ്തെടുത്തിട്ടാണ് എനിക്കിങ്ങനെ കിട്ടിയത് കേട്ടോ. ക്ലിയർ ഇല്ലായിരുന്നു, മുന്നിലൊക്കെ നിറച്ച ആളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ട് വരാൻ വയ്യായിരുന്നു. നല്ല അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ അവരത്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ അവരൊന്ന് ഇവിടെ മലയിൽ അമ്പലത്തിൽ കളിച്ചിട്ടുണ്ട്, എന്നാലും അതിലും ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്രാവശ്യം രണ്ടാമത് ഇവിടെ കളിച്ചത് കണ്ടപ്പോൾ കേട്ടോ. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. മുരുകനായിട്ട് മോൻ വന്ന് നിന്നതും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും തന്നെ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും നല്ല ഭംഗിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു.
അങ്ങനെ മിസ്സിൻ്റെയൊക്കെ ഡാൻസ് കഴിഞ്ഞത് ഞങ്ങൾ പോന്നു കേട്ടോ. ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ നിന്നില്ല. ഭയങ്കര തണുപ്പായി തുടങ്ങി. പരിപാടി പിന്നെ സുഖമുള്ള പരിപാടിയായി തോന്നിയില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് ഒരു അറിയുന്ന ഓട്ടോ കിട്ടി, അത് വിളിച്ച് ഞാനും അമ്മും വീട്ടിലേക്ക് പോന്നു കേട്ടോ. കടകളൊക്കെ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് കടകളുള്ളൂ, ന്യൂ ഇയർ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.